ഹലോ ഗൈസ്, ഇന്ന് മത്തങ്ങ വെച്ചിട്ട് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോണത്. ഞാനിവിടെ 1 കിലോ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത്. മത്തങ്ങനെ നടുകെ മുറിച്ചിട്ട് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. കഴുകിയെടുത്ത് മത്തങ്ങയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുക്കണം. കട്ട് ചെയ്യുന്ന നേരത്തിൽ നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് ഒരു പിടി ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം, നീളത്തിൽ അരിഞ്ഞത്. പിന്നെ അതിന്റെ കൂടെ തന്നെ എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തങ്ങകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് മത്തങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, 1-2 കഷ്ണങ്ങളൊക്കെ നമ്മുടെ ചീനിച്ചട്ടിയിൽ നിന്ന് ജമ്പ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ചാടിപ്പോയവരൊക്കെ പറക്കിയിട്ടിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒരു തടത്തുണി എടുത്തിട്ട് നമ്മുടെ ചീനിച്ചട്ടി ഒന്ന് നല്ലതുപോലെ ഒന്ന് പിടിച്ചിട്ട് അങ്ങോട്ട് ഇളക്കൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 15 മിനിറ്റെങ്കിലും അതിനെ അടച്ചു വെച്ച് വേവിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സബ്ജി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് അടിപൊളി റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കണേ.